എല്ലാവർക്കും നമസ്കാരം. കേരള സർവകലാശാല അധ്യാപന പഠന കലാലയം കുന്നം സംഘടിപ്പിക്കുന്ന കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 51ന്റെ 26ാമത് വേദിയാണ് ഇത്. ഇന്നത്തെ വേദി, ഇന്നത്തെ സന്ധ്യ നല്ലതാവട്ടെ എന്ന് ആദ്യം തന്നെ ആഗ്രഹിക്കുന്നു. ഒപ്പം ഇന്നത്തെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം. ആദ്യം തന്നെ നമ്മുടെ KFL പ്രോഗ്രാമിന്റെ കൺവീനറും നമ്മുടെ കോളേജ് പ്രിൻസിപ്പലുമായ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനെ വളരെ സ്നേഹത്തോടെ KFLന്റെ പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഇന്നത്തെ അതിഥി, KFLന്റെ ഇന്നത്തെ വേദിയിലെ വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് രശ്മി അനിൽ അവറുകളാണ്. ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള സാഹിത്യ രംഗത്തും മാധ്യമ രംഗത്തും ഒരുപോലെ സജീവമായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒപ്പം മലയാള ഭാഷയിലെ വിവിധ തലങ്ങൾ കേന്ദ്രീകരിച്ച് ഗവേഷണ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ടീച്ചറിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മുടെ കുട്ടികൾ വീണ്ടും പറയുന്നതാണ്. ടീച്ചറിന്റെ നിരവധി പുസ്തകങ്ങളെ കുറിച്ചും ടീച്ചറിന്റെ എഴുത്ത് രീതികളെ കുറിച്ചും ഒക്കെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ എത്തുന്ന ഓരോ വ്യക്തികളെ, നമ്മുടെ വേദിയിൽ എത്തുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും നമ്മളെല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കാറുണ്ട്, നന്നായിട്ട് അറിയാറുണ്ട്. അങ്ങനെ അറിഞ്ഞതിന്റെ ഫലമായിട്ട് ടീച്ചറിനെ ഞാൻ ടീച്ചർ എന്ന് തന്നെ സംബോധന ചെയ്യുന്നു. ടീച്ചർ എന്ന മേഖലയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കും. ഒപ്പം സാഹിത്യ രംഗത്തും എഴുത്തിന്റെ രംഗത്തും ഗവേഷണ രംഗത്തും ഒക്കെ നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ഒക്കെ ചെയ്ത മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിയും ആയിട്ടുള്ള ഡോക്ടർ രശ്മി അനിൽ അവർകളെ വളരെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ KFLന്റെ ഇന്നത്തെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ വേദിയിൽ എത്തിയിട്ടുള്ള മറ്റ് വ്യക്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള അധ്യാപന പഠന കലാലയങ്ങളിലെ മിക്കവാറും എല്ലാ കുട്ടികളും ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എത്തിയിട്ടുള്ള എല്ലാ അധ്യാപകരെയും എല്ലാ വിദ്യാർത്ഥികളെയും ഒപ്പം KFLന്റെ ഭാഗമായിട്ട് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഏവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലക്ഷ്മി പറഞ്ഞോളൂ ടീച്ചർ. ടീച്ചറിനെ വിളിക്കാം. ബാക്കി ഹലോ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? പ്രോഗ്രാം തുടങ്ങാം ലക്ഷ്മി. ഹലോ, ബാക്കി പറയ്. ഹലോ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കുന്നില്ല ലക്ഷ്മി. സുഭദ്രയും കേൾക്കുന്നില്ല. ജോബ് പറയുന്നതും കേൾക്കുന്നില്ല. ലക്ഷ്മി ഹലോ, കേൾക്കുന്നുണ്ടോ? അടുത്തതായി നമുക്ക് വേണ്ടി നല്ലൊരു സെഷൻ നയിക്കാനായി രശ്മി ടീച്ചറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇതിന്റെ വീഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിക്കാം, കാരണം നെറ്റിന്റെ ഇഷ്യൂസ് നിങ്ങൾക്ക് നേരിടുന്നുണ്ട്. നമുക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ എടുത്തിരിക്കുന്ന വിഷയം ജെൻഡർ ഇക്വാലിറ്റിയും ക്ലാസ് റൂമും എന്നതാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ക്ലാസ് മുറികളിൽ, അല്ലെങ്കിൽ നിങ്ങൾ BEd പഠിക്കുന്നവരാണ്, പഠിപ്പിക്കുന്ന അധ്യാപകർ, ഞാൻ ഉൾപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ എങ്ങനെ ഒരിടത്ത് ജെൻഡർ ഇക്വാലിറ്റി നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നേരിടുന്ന സ്ത്രീ പുരുഷ ട്രാൻസ് വിവേചനങ്ങളെ കുറിച്ചുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ജെൻഡർ എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാമായിരിക്കും.
അത് നിർവചിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ എഴുതപ്പെടുന്നതോ ആയ ഒന്നിനെ കുറിച്ച് മാത്രമല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. സ്ത്രീ ശരീരമുള്ള ഒരു വ്യക്തിയോ പുരുഷ ശരീരമുള്ള ഒരു വ്യക്തിയോ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, ഏത് വസ്ത്രം ധരിക്കണം, ഏത് ജോലി ചെയ്യണം എന്ന് തുടങ്ങി ജീവിതത്തിന്റെ ഓരോ അംശവും എങ്ങനെ ആയിരിക്കണം എന്നുള്ള സമൂഹത്തിന്റെ വാർപ്പ് മാതൃകയാണ് ജെൻഡർ. സ്ത്രീ, പുരുഷൻ, ട്രാൻസ്, നോൺ ബൈനറി ജെൻഡർ എന്നിവയാണ് നിലവിൽ കണക്കാക്കപ്പെടുന്നത്. പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജെൻഡറും സെക്ഷുവാലിറ്റിയും ഒന്നാണെന്നൊരു പൊതുബോധത്തിലാണ് നിൽക്കുന്നത്. സെക്ഷുവൽ മൈനോറിറ്റീസിനെയും ജെൻഡർ മൈനോറിറ്റീസിനെയും ഒരുപോലെ കണക്കാക്കിക്കൊണ്ട് നമ്മളുടെ മാധ്യമങ്ങൾ പോലും നമ്മളെ വിലയിരുത്തുന്നുണ്ട്. ആ തെറ്റിദ്ധാരണകൾ പുതിയ തലമുറയ്ക്കെങ്കിലും ഉണ്ടാകാതിരിക്കണം. ആൺ പെൺ വേർതിരിവുകൾ അത് ഒരു പൊതുസമൂഹം മാത്രമല്ല നമുക്ക് തരുന്നത്. നമ്മുടെ ഈ വീടാണ് ജെൻഡറിന്റെ അടിത്തറ എന്ന് പറയാൻ പറ്റുന്നത്. കാരണം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുടുംബത്തിലോ വീട്ടിലോ ഒക്കെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ. കുഞ്ഞിന്റെ ലിംഗം ഏതാന്ന് അറിഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു സമൂഹം, അതിലാണ് നമ്മൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു ജെൻഡറിന്റെ അടിസ്ഥാനം വീടിൽ നിന്ന് തുടങ്ങി അത് കളിക്കാനുള്ള കുട്ടികളുടെ കളിപ്പാട്ടത്തിൽ, വസ്ത്രത്തിൽ, അവർക്ക് സെലക്ട് ചെയ്യുന്ന സാധനങ്ങളിൽ മുതൽ ആൺ പെൺ വേർതിരിവുകൾ കണക്കാക്കി കൊണ്ടുവരുന്നു. നിങ്ങൾ കിൻഡർ ജോയുടെ പരസ്യം കണ്ടിട്ടുണ്ടാവും. പെൺകുട്ടികൾക്ക് പിങ്ക് കളറും ആൺകുട്ടികൾക്ക് നീല കളറും. അതുപോലെ അതിലെ കളിപ്പാട്ടങ്ങളിൽ പെൺകുട്ടിയാണെങ്കിൽ ടോയ്സും മറ്റതും, ആൺകുട്ടിയാണെങ്കിൽ അവൻ എയറോപ്ലെയിനും മെക്കാനിസവും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന വിഷയങ്ങളും. അങ്ങനെയുള്ള വേർതിരിവുകൾ സമൂഹം നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഇടത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നത്. ഈ വീടിൽ നിന്ന് തുടങ്ങുന്ന ജെൻഡറിന്റെ തുടർച്ച തന്നെയാണ് ഓരോ ക്ലാസ് മുറികളിലേക്കും മാതാപിതാക്കളും എല്ലാം കൊണ്ടുവരുന്നത്. എങ്ങനെ പെരുമാറണം, പെണ്ണായാൽ അടക്കത്തോടും ഒതുക്കത്തോടും സംസാരിക്കണം, ഉച്ചത്തിൽ ചിരിക്കരുത്, അങ്ങനെ തുടങ്ങിയുള്ള കുറേ നിയന്ത്രണങ്ങൾ വീടിനുള്ളിൽ. ഈ ക്ലാസ് മുറികളിൽ വന്ന ടീച്ചേഴ്സിന്റെ നിന്നും കുറച്ച് നിർദ്ദേശങ്ങൾ, ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് തുടങ്ങി. അതുപോലെ വസ്ത്രധാരണ രീതികൾ, അങ്ങനെ പല പല രീതികൾ കൊണ്ട് ആണും പെണ്ണും എന്ന് പറയുന്ന ഒരു വേർതിരിവിനെ നമ്മുടെ ഇടയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നു. നമ്മുടെ ക്ലാസ് മുറികളും ജെൻഡർ ഇക്വാലിറ്റിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാവരും പറയുന്നത് നമ്മുടെ സ്കൂളുകളിലെ യൂണിഫോമാണ്. പാവാടയും ഷർട്ടും ഇടുന്ന പെൺകുട്ടികളും പാൻറ്റും ഷർട്ടും ഇടുന്ന ആൺകുട്ടികളും, ഈ രണ്ട് യൂണിഫോമും ഒരുപോലെ ആക്കിയ ജെൻഡർ ഇക്വാലിറ്റി ആയി എന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ ഒരു യൂണിഫോം എന്ന് പറയുന്ന പ്രശ്നത്തിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ ജെൻഡർ ഇക്വാലിറ്റികളൊന്നും, അല്ലെങ്കിൽ ജെൻഡർ പ്രശ്നങ്ങളല്ല. ലിംഗസമത്വവും ലിംഗപദവിയും സംബന്ധിച്ചുള്ള മുൻധാരണകളെ ഒന്നും തന്നെ മാറ്റിമറിക്കാൻ ഈ ഒരു യൂണിഫോം കൊണ്ട് സാധ്യവുമല്ല. അതിന് നമ്മുടെ പാഠ്യപദ്ധതികളും പാഠപുസ്തകങ്ങളും പുതുക്കുന്നതിനോടൊപ്പം നമ്മൾ അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാർക്കിടയിൽ ഒരു അവബോധവും കൂടി ഉണ്ടാവണം. ഇപ്പോ ഒരു നമ്മുടെ ഈ കാലഘട്ടത്തില് ഏതൊരു വ്യത്യസ്തമായ വേഷവും ആൺകുട്ടികൾക്ക് തുല്യം, ആൺകുട്ടികൾ ഇട്ടു കാണുന്ന പാന്റ് ഷർട്ട് ഇടുന്ന അല്ലെങ്കിൽ മുടി വെട്ടുന്ന രീതിയിൽ നടക്കുന്ന പെൺകുട്ടികളാണ് 80%-ലധികവും. കണ്ടാൽ ഉടനെ ആണോ പെണ്ണോ എന്ന് വേർതിരിച്ച് രൂപം കൊണ്ട് അറിയപ്പെടേണ്ടതിന്റെ ആവശ്യകതയില്ല. നമ്മുടെ ഞാനൊക്കെ ഉള്ള സ്കൂൾ ക്ലാസ് ടൈമുകളിൽ നിങ്ങൾക്ക് NSS ഒക്കെ ഉണ്ടാവും. ഈ NSSന്റെ ഒക്കെ സമയങ്ങളിൽ പെൺകുട്ടികൾക്ക് വൃത്തിയാക്കലിന്റെ പരിപാടികളും ആൺകുട്ടികൾക്ക് കുറച്ച് ഭാരപ്പെട്ട പണികളും. അവിടെ തന്നെ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വീട് വൃത്തിയാക്കുന്നത് പോലെ സ്കൂളും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുന്ന, അടിച്ചു വാരുന്ന, ശുചിത്വത്തിന്റെ പരിപാടികളിലേക്ക് മാത്രം നിൽക്കുകയും, ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ മറ്റു കുറച്ച് കായിക അധ്വാനമുള്ള മേഖലകളിലേക്ക് പോവുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു വേർതിരിവ് ബോധപൂർവം അല്ലാതെ കടന്നു വരുന്നുണ്ട്.
അത്തരം വേർതിരിവുകൾ ഇനി ഒരു ക്ലാസ് മുറികളിലേക്കും കൊണ്ടുവരാതിരിക്കാൻ പുതിയ അധ്യാപകരാവുന്ന നിങ്ങൾ ശ്രമിക്കണം. ശാരീരികമായ അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പോൾ ചില അതിനെ നമ്മൾ അംഗീകരിക്കും. ഇത്തിരി ബുദ്ധിമുട്ടുള്ളതല്ലേ, നിങ്ങൾ അതൊന്നും ചെയ്യണ്ട എന്ന് പറയും. അതല്ലാതെ പെണ്ണായതുകൊണ്ട് നീ അത് ചെയ്യണ്ട, ആണായാൽ ഇത്തരം പണികൾ ചെയ്യണം എന്ന ബോധത്തിലല്ല, ആൺ പെൺ വേർതിരിവില്ലാതെ ഏതൊരു ജോലിയും നിങ്ങൾക്ക് പരസ്പരം ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറണമെങ്കിൽ അവിടെ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ് എന്ന ബോധത്തെ മാറ്റി നിർത്തണം. നമ്മളെല്ലാവരും ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ മനുഷ്യത്വമുള്ളവർ എന്ന രീതിയിൽ മാത്രം നിലനിന്നുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം സമീപിക്കണം എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. സ്കൂളുകളിലെ ലിംഗവിവേചനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴത്തേക്കും മിക്കവരും ആദ്യം എടുത്തു പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂണിഫോമിന്റെ പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ യൂണിഫോം അല്ല അവിടുത്തെ പ്രശ്നം. ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന സ്കൂളുകളിൽ അവർ തമ്മിൽ സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ട്. വിദ്യാർത്ഥികൾ തമ്മിൽ സൗഹൃദം വേണം. ആൺ പെൺ എന്തോ പരസ്പരം മിണ്ടാൻ പാടില്ലാത്തതാണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതിനെ ഇടക്കാലത്ത് കുറച്ച് നാള് പൊളിച്ചിളയും, പിന്നീട് വീണ്ടും അതേപോലെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളെ ആദ്യം മനസ്സിലാക്കിയെടുക്കേണ്ടത് നമ്മളാണ്. സ്കൂളിനുള്ളിലെ ഇടപെടലും ഇരിപ്പിട ക്രമീകരണവും ഇടവേളകളിലെ അല്ലെങ്കിൽ ഇന്റർവെൽ ടൈമിലെ ഉച്ചഭക്ഷണ വേളകളിലൊക്കെ അവർ സംസാരിക്കുന്നതൊക്കെ മറ്റൊരു തലത്തിലും അല്ലാതെ ഒരു സാമൂഹ്യമായ വളർച്ചയുടെ പാതയിൽ നിന്ന് നോക്കിക്കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നീ ഒരാളോട് മിണ്ടുന്നത് മോശമാണ് എന്നൊരു കുട്ടിയുടെ മനസ്സിലേക്ക് കുട്ടിക്കാലം മുതലേ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവരിൽ ഉണ്ടാവുന്നൊരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ എന്താ എന്ന് തോന്നുന്ന ഒരു ബദൽ രീതി, രണ്ട് രീതിയാണ് നമ്മൾ ഒരാളിൽ സ്വാധീനിപ്പിക്കുന്നത്. അത്തരം ബദൽ രീതികളിൽ നിന്നും ഒരു എതിർപ്പിനെ വളർത്തിക്കൊണ്ട് വരാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ലിംഗപരമായിട്ടുള്ള വേർതിരിവുകൾ ശാരീരികമായ മാറ്റങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവിടെ ആണിനും പെണ്ണിനും അവരവരുടേതായ പ്രത്യേകതകൾ ഉണ്ടെന്ന ബോധം ആദ്യമേ നൽകിക്കൊണ്ട് അവരെ സ്വതന്ത്രമായി ഇടപെടുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കുക. ആ സ്വതന്ത്രത എന്ന് പറയുന്നത് ചില ക്യാമ്പസുകളിലോ മറ്റ് സൗഹൃദങ്ങളിലോ കാണുന്ന ശാരീരികമായ ഒരു സ്വാതന്ത്ര്യമല്ല. പകരം നമ്മൾ ആരാണെന്ന ബോധ്യം ഓരോ വ്യക്തികളിലുമാണ് ഉണ്ടാവേണ്ടത്. നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവാം. ഇപ്പോ ഓരോ കാലഘട്ടത്തിൽ സ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സൗഹൃദം ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ടാവും. അത് പെൺകുട്ടിയും ഉണ്ടാവാം, ആൺകുട്ടികളും ഉണ്ടാവാം. പിന്നീട് അയ്യോ അതൊരു പെൺകുട്ടി ആയതുകൊണ്ട് എനിക്ക് അവളോടുള്ള സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ അല്ല ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ പലപ്പോഴും പലരുടെ ഇടയിലും കടന്നൊരു പ്രഷറൈസ് ചെയ്യും, ഒരു സമ്മർദ്ദം നിങ്ങൾ നേരിടേണ്ടിയിട്ടാവും. അത്തരം ആവശ്യകതകളൊന്നുമില്ലാതെ ആൺ പെൺ വേർതിരിവുകളല്ല, നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളോടും, അത് വ്യക്തികളായാലും മറ്റു മൃഗാദികളായാലും എല്ലാത്തിനോടും ഒരുപോലെയുള്ളൊരു സ്നേഹം, സഹിഷ്ണുത എല്ലാം വേണം, പ്രത്യേകിച്ചും അധ്യാപകരാകുമ്പോൾ. കാരണം നാം ഒരു കുട്ടിയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അവന്റെ 90% ചെലവഴിക്കുന്നത് അധ്യാപകർക്കൊപ്പമാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെയുള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ 5 മണി വരെയുള്ള സമയങ്ങളിൽ പല പല അധ്യാപകരുടെ കയ്യിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടി, അവന് കിട്ടുന്ന അറിവുകൾ, അവൻ കാണുന്ന കാഴ്ചപ്പാടുകൾ, അവനിലേക്ക് വളർത്തപ്പെടുന്ന രൂപങ്ങൾ, അത് വളർന്നു കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവരിൽ വേരൂന്നുകയാണ്. ആ ബോധം അവന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ആഴത്തിൽ വേരൂന്നി കഴിയുമ്പോൾ അടുത്ത തലമുറയും ഇതേ ബോധത്തിലെയാണ് വളരുന്നത്. അങ്ങനെ അല്ലാതാകണം. ഇപ്പോൾ നിലനിൽക്കുന്ന
വിവേചനങ്ങളെ, അത് നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ജെൻഡറിന്റെ പേരിൽ, എന്ത് തന്നെയാണെങ്കിലും ഞാനൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പഠന കാലഘട്ടങ്ങളിൽ സ്ത്രൈണതയുള്ള കുട്ടികളെ, ആൺകുട്ടികളെ കളിയാക്കാൻ അല്ലെങ്കിൽ പൗരുഷമുള്ള പെൺകുട്ടികളെ തന്റേടിയെന്നോ അഹങ്കാരിയെന്നോ ഒക്കെ വിളിച്ച് കളിയാക്കുന്ന രീതികൾ, എന്നാൽ അത് ഒരു 90കളുടെ കാലഘട്ടമായിരുന്നുവെങ്കിൽ 2015 ശേഷമുള്ള അല്ലെങ്കിൽ 2020 ശേഷമുള്ള കാലഘട്ടത്തിൽ അവരുടെയൊക്കെ പേരുകൾ മാറുന്നു. ഒരു പെൺകുട്ടി ഇത്തിരി ബോൾഡായിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുകയും മറ്റൊരു പെൺകുട്ടിയോട് സൗഹൃദം കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൾ ഒരു ലെസ്ബിയൻ ആണ് അല്ലെങ്കിൽ ട്രാൻസ് ആണ് തുടങ്ങിയുള്ള ആരോപണങ്ങളിലേക്ക് എത്തപ്പെടുന്നു. അത് എന്തു തന്നെയാണെങ്കിലും ഒരു വ്യക്തിയെയും ലൈംഗികതയുടെ അടിസ്ഥാനത്തിലോ ജെൻഡറിന്റെ അടിസ്ഥാനത്തിലോ വേർതിരിവുകൾ കാണിക്കേണ്ട ആവശ്യകത നമുക്കില്ല. അത് സമൂഹത്തിൽ അങ്ങനെ ഒരു വേർതിരിവ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ സമൂഹത്തിൽ പുതിയ വേർതിരിവുകളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. പരമ്പരാഗതമായ ഒരു വിദ്യാഭ്യാസ രീതി പിന്തുടർന്നു വരുന്ന ഒരു കാലഘട്ടത്തില് നമ്മുടെ സിലബസുകളും മതബോധങ്ങളും ആൺ പെൺ വേർതിരിവുകളെല്ലാം തന്നെ എപ്പോഴും ഇങ്ങനെ പിന്തുടർന്നു കൊണ്ടേ ഇരിക്കപ്പെടുകയാണ്. ഒരു ഞാൻ ട്രാൻസ് അല്ലെങ്കിൽ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി അവരുടേതായ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ഏകദേശം 9ാം ക്ലാസ് വരെയൊക്കെ ആയിരിക്കാം ട്രാൻസ് സ്വത്വമുള്ള ആളുകൾ പഠനം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞൊരു 3 വർഷക്കാലമേ ആവുന്നുള്ളൂ കോളേജുകളിൽ ട്രാൻസ് കുട്ടികൾക്കുള്ള ആപ്ലിക്കേഷൻസുകൾ അവൈലബിൾ ആവുകയും ആ ഒരു സീറ്റിന് വേണ്ടി ആളുകൾ എത്തുകയും ചെയ്യുന്നത്. അതിനു മുമ്പൊക്കെ 9ാം ക്ലാസ്സോ 8-9 ക്ലാസ്സുകൾ എത്തുമ്പോഴത്തേക്കും പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് സ്കൂളിൽ നിന്നുമുള്ള സമ്മർദ്ദങ്ങൾ കേൾക്കാൻ അനുഭവിച്ചോ അല്ലെങ്കിൽ അധ്യാപകർക്കിടയിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ കാരണമോ ക്ലാസ്സുകൾ ഉപേക്ഷിച്ചു പോകുന്ന കുട്ടികൾ ധാരാളമായിരുന്നു. അങ്ങനെ അല്ലാതാവുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ജനന സമയത്ത് ഏത് ജൈവിക ലിംഗഭേദം നോക്കിയാണോ നമ്മൾ ആൺ പെൺ എന്ന് വേർതിരിക്കുന്നത്, എന്നാൽ അങ്ങനെ അല്ലാതെ സമൂഹം കൽപ്പിച്ചു നൽകുന്ന ജൈവികമായ ലിംഗഭേദത്തിനും അപ്പുറമാണ് അല്ലെങ്കിൽ ജെൻഡർ ബോധത്തിനും അപ്പുറമാണ് എൻ്റെ സ്വത്വം എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ട്രാൻസ് വ്യക്തികൾ നമുക്ക് മുൻപിലുണ്ട്. പരമ്പരാഗത ലിംഗഭേദ ജെൻഡർ ലൈംഗിക സങ്കല്പനങ്ങൾക്ക് പുറത്തു നിൽക്കുന്ന ഇത്തരം മനുഷ്യരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് വേണം നമ്മുടെ ഓരോ ക്ലാസ് മുറികളും ഇനി വളരേണ്ടത്. അതിലെ ആദ്യം വേണ്ടത് നമുക്കിടയിലുള്ള ആളുകളുടെ മാറ്റങ്ങളാണ്. സ്കൂൾ മുതൽ കോളേജ് തലം വരെ ഇപ്പോൾ ട്രാൻസുകൾക്ക് വേണ്ടിയുള്ള സംവരണം നൽകിയിട്ടുണ്ട്. എത്ര ട്രാൻസുകൾ ഇപ്പോൾ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ പഠനങ്ങൾ നടത്തുന്നുണ്ട്? അവർക്കവിടെ സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടിയുള്ള പഠനങ്ങൾ നടത്തുവാൻ സാധിക്കുന്നുണ്ടോ? അവർ നേരിടുന്ന അപമാനങ്ങൾ, ചൂഷണങ്ങൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പ്രശസ്തമായ കോളേജിലെ തന്റെ സ്വത്വബോധം പറഞ്ഞതിന്റെ പേരിൽ ഒരു ട്രാൻസ് കുട്ടിക്ക് പഠനം നിഷേധിക്കപ്പെടുന്നുണ്ട്. അതേ കാലഘട്ടത്തിൽ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ ട്രാൻസ് കലാപുരസ്കാരം നേടുന്ന കുട്ടി പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഇത് ഇപ്പം ഞാൻ ഒരുപാട് വട്ടമായിട്ട് എന്റെ അഭിപ്രായം എന്ന് പറയുന്നതിന് കാരണം ഞാൻ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞാൻ കാണുന്നതിനെയും വീക്ഷിക്കുന്നതിനെയും എഴുത്തിലൂടെ അല്ലെങ്കിൽ വായനയിലൂടെ അറിയുകയും ചെയ്യുന്ന ഇതിനെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണ്. ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ഒക്കെ പഠിക്കുന്ന ആൺകുട്ടികളിൽ ഇപ്പോ സ്കൂൾ ലീഡർഷിപ്പിലും മറ്റും എല്ലാത്തിലും മുൻപന്തിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നിലനിർത്തുന്നത് ആൺകുട്ടികളായിരിക്കും.
ഒരു സ്ത്രൈണതയുള്ള ആൺകുട്ടിയാണെങ്കിൽ അവൻ ക്ലാസ്സിൽ എപ്പോഴും പിന്നോക്കമായിരിക്കും. അത് അവനെ കളിയാക്കുന്ന, അല്ലെങ്കിൽ അവന് എന്തോ കുറവുണ്ടെന്ന് അവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. അതിൽ അധ്യാപകർക്കും സഹവിദ്യാർത്ഥികൾക്കും പങ്കുണ്ട്. അങ്ങനെ നിരന്തരമായ ചൂഷണങ്ങൾ നേരിടുമ്പോൾ അത് ആ കുട്ടിയിൽ ഒരു അടിച്ചമർത്തലിന്റെ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഒന്നുകിൽ പഠനം ഉപേക്ഷിച്ച് നാടുവിടേണ്ട, കാരണം ട്രാൻസുകൾക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പിന്തുണയുടെ പകുതി പോലും സ്വന്തം വീടുകളിൽ നിന്നും കിട്ടാതെ പോകുന്നുണ്ട്. ആരെങ്കിലും അവരെ മനസ്സിലാക്കാനും അവർക്കൊപ്പം നിൽക്കാനും വേണ്ടി അങ്ങനെ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവാതിരിക്കുന്നുണ്ട്. അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ പോലും അവരുടെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവർ പലായനം ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അതിനപ്പുറം അവർക്ക് മറ്റൊരു വഴികളുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലാസ് മുറിയിലെ ജെൻഡർ ഭേദത്തെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതാണ്. എല്ലാ സ്കൂളുകളിലും രാവിലെ പ്രാർത്ഥനാ ഗാനങ്ങൾ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ പാടുന്നതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂടുതലും പെൺകുട്ടികൾക്കാണ് അതിനുള്ള അവസരങ്ങൾ കൊടുക്കുന്നത്. പെൺകുട്ടികൾ എന്ന് വെച്ചാൽ പ്രാർത്ഥനാ ഗാനങ്ങൾ പാടേണ്ട, അല്ലെങ്കിൽ സ്കൂൾ അസംബ്ലിയിലെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി. എന്നിട്ട് നമ്മുടെ പ്രതിജ്ഞ ചൊല്ലാൻ ആൺകുട്ടികൾക്കും പത്രവായനയ്ക്ക് ആൺകുട്ടികൾക്കും അങ്ങനെ തുടങ്ങി നമ്മൾ അറിയാതെ ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഓരോ തലമുറയിലും നമ്മൾ കണ്ടു വളർന്നത് നമ്മൾ വീണ്ടും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് സാധാരണമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുകയും അത്തരം ലിംഗഭേദപരമായ റോളുകളെ ന്യായീകരിക്കുകയും ചെയ്യുകയാണ്. പെൺകുട്ടികൾ പാടിയാൽ നല്ലതാണ്, അതുകൊണ്ട് പാടട്ടെ എന്ന് ന്യായീകരണം നമ്മൾ പറയുകയും, പക്ഷെ അതിനെ നോർമലൈസ് ചെയ്തുകൊണ്ട് വീണ്ടും ലിംഗബോധം ഉണ്ടാക്കി വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു അബോധമായി. അതൊരു പ്രശ്നമാണ്. ഇത്തരം വാർപ്പ് മാതൃകകളെ പൊളിച്ചെഴുതിക്കൊണ്ട് മാത്രമേ നമുക്ക് ജെൻഡർ ഇക്വാലിറ്റി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിലെ വസ്ത്രമായാലും ഇരിപ്പിടമായാലും, ക്ലാസ് മുറികളിലെ കുട്ടികളുടെ ഇരിപ്പിടമായാലും, അല്ലെങ്കിൽ ബാത്റൂം സൗകര്യങ്ങളായാലും, സൗഹാർദ്ദപരമായ ഇടങ്ങളായാലും അവർക്ക് കൊടുക്കുന്ന അനിവാര്യമായ ഇക്വാലിറ്റികളുണ്ട്. നീ എന്തിനാ ആണിനെ പോലെ വേഷം കെട്ടി നടക്കുന്നേ എന്ന് ഒരു പെണ്ണിനോട് വീട്ടിൽ ചോദിക്കുകയാണെങ്കിൽ ഈ കൂട്ടത്തിലിരിക്കുന്ന പെൺകുട്ടികളിൽ പലരും കേട്ടിട്ടുണ്ടാവാം, നിനക്കൊന്ന് പെണ്ണായി നടന്നാൽ എന്താ, അല്ലെങ്കിൽ പെണ്ണിനെ പോലെ നിന്നാൽ എന്താ, പെണ്ണിനെ പോലെ പെരുമാറിയാൽ എന്താ എന്നുള്ള ചോദ്യങ്ങൾ. ആൺകുട്ടികൾ കരഞ്ഞാൽ അയ്യേ പെണ്ണിനെ പോലെ കരയുന്നു എന്നുള്ള പരിഹാസങ്ങൾ. അങ്ങനെ രണ്ടു കൂട്ടരും ആൺ പെൺ എന്നുള്ള വേർതിരിവുകൾ എന്തോ ആണത്തം എന്നത് വലുതും പെണ്ണത്തം എന്ന് പറയുന്നത് എന്തോ മോശവുമാണെന്നുള്ള ഒരു സങ്കല്പന. തിരിച്ചടുത്തൊരു തലമുറയെ വാർത്തെടുക്കുന്ന കാലഘട്ടം വരുമ്പോൾ പെണ്ണത്തം, മാതൃത്വം എന്ന് പറയുന്നത് വലിയൊരു സംഭവമായി ആഘോഷമാക്കുകയും ചെയ്യും. നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഇരട്ടത്താപ്പാണത്. നമ്മൾ അധ്യാപകർ അവർ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സമൂഹത്തിന്റെ ലിംഗ മാനദണ്ഡങ്ങളാണ് എപ്പോഴും അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നത്. നമ്മുടെ അനുമാനങ്ങളും വാർപ്പ് മാതൃകകളും അനുസരിച്ചായിരിക്കും അവരുടെ പഠിപ്പിക്കൽ രീതി പോലും. അത് നമ്മുടെ നിങ്ങളുടെ തന്നെ ക്ലാസ് മുറികളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയാവും. അത്തരം വാർപ്പ് മാതൃകകൾ നമ്മൾ ഇനി ഒരിക്കലും പിന്തുടരാൻ പാടില്ല. കാരണം ഒരു ക്ലാസ്സിൽ 10 പെൺകുട്ടികളും 10 ആൺകുട്ടികളും ഉണ്ടെങ്കിൽ എല്ലാവരെയും ഒരുപോലെ കാണണം, എല്ലാവർക്കും അത് നമ്മൾ കാണുന്നത് ആൺ പെൺ എന്നല്ല 20 കുട്ടികളാണ് നമുക്കുള്ളതെന്നാണ്.
അല്ലാതെ അതിൽ 10 ആൺകുട്ടികൾ 10 പെൺകുട്ടികൾ, അതിൽ 5 പേർ വെളുത്തത്, 5 പേർ നിറം കുറഞ്ഞത്, അല്ലെങ്കിൽ 5 പേർ അതിൽ ഒരാൾക്ക് സ്ത്രൈണതയുണ്ട്, അത് ട്രാൻസ്, അങ്ങനെ തുടങ്ങിയുള്ള വേർതിരിവുകൾക്കല്ല. എത്ര കുറവുകൾ ഉണ്ടെങ്കിലും അവരെല്ലാവരും ഒരുപോലെ എന്ന്, അതായത് അധ്യാപകരുടെ കൺസെപ്റ്റില് തന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളെല്ലാം ഒന്നായിരിക്കണം, ഒരുപോലെ ആയിരിക്കണം. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കണം. പക്ഷേ ആ സപ്പോർട്ട് എന്ന് പറയുന്നത് മറ്റു കുട്ടികൾക്ക് മുമ്പിൽ അവനെ കൊച്ചാക്കാനോ അല്ലെങ്കിൽ ചെറുതാക്കാനോ ഉള്ള വേദികളിലൂടെ ആവരുത്. വിദ്യാർത്ഥികളുടെ വിശ്വാസങ്ങളെയും മനോഭാവങ്ങളെയും എപ്പോഴും ഓരോ അധ്യാപകനും സ്വാധീനിക്കും. ഒരാളെ കളിയാക്കുമ്പോൾ താനും കൂടി നിന്ന് ചിരിക്കുകയാണെങ്കിൽ അധ്യാപകന് ചിരിക്കുന്നുണ്ട്, അപ്പോ അത് ശരിയാണെന്നൊരു ബോധം മറ്റു കുട്ടികൾക്കുണ്ടാവും. അല്ലെങ്കിൽ കളിയാക്കപ്പെടുന്ന ആൾ ചിന്തിക്കും ഇതെല്ലാം ഒരു പൊതുരീതിയാണ്. ക്ലാസ് മുറികളും പുറത്തും അധ്യാപകര് ലിംഗസമത്വ ബോധമുള്ളവരാകാൻ ശ്രമിക്കണം എന്നതാണ്. അതൊരു ക്ലാസ് മുറിക്കുള്ളിൽ മാത്രമല്ല, തന്നോട് പെരുമാറുന്ന, അതായത് ഓരോ വ്യക്തിയും അങ്ങനെ തന്നെ ആവണം. ഇപ്പോ സെക്ഷൽ മൈനോറിറ്റീസ് അല്ലെങ്കിൽ ഗേ, ലെസ്ബിയൻ, ട്രാൻസ്, ബൈസെക്ഷൽ, ഇന്റർസെക്സ് തുടങ്ങി വരുന്ന ജെൻഡർ സെക്ഷൽ ആയിട്ട് മൈനോറിറ്റീസ് വിഭാഗത്തിൽപ്പെടുന്ന ആര് തന്നെ ആണെങ്കിലും അവരെയൊക്കെ അസ്പൃശ്യരാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തോ കുറവുകളോ കുറ്റങ്ങളോ കൂടുതലുകളോ ഉണ്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനല്ല വേണ്ടത്. അവരും മനുഷ്യരാണ്. രൂപപരമായോ ശാരീരികമായോ മാനസികമായോ അവർ സ്വയം നേരിടുന്ന വെല്ലുവിളികൾക്കപ്പുറം പൊതുസമൂഹം അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന സമ്മർദ്ദങ്ങൾക്കും അപ്പുറമാണ് അവരെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടതിന്റെ ആവശ്യകത. ലിംഗസമത്വവും വിദ്യാഭ്യാസവും എന്ന പേര്, ഇപ്പം ഈ ടോപ്പിക്ക് ഞാൻ നിങ്ങളോട് പറയാൻ തന്നെ നിൽക്കുന്നത് BEdനും MEdനും തുടങ്ങിയ കോഴ്സുകളിലൊക്കെ ഇത്തരം അവയർനെസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും. കാരണം സ്കൂളുകളിൽ പോലും വരുന്ന കുട്ടികളോട് ഇത്തരം ലിംഗഭേദം കാണിക്കാൻ പാടില്ല എന്ന് ഒരു പുതിയ തലമുറയിൽ അത് കുട്ടികളും അത് ഇന്ന് കാണിക്കുന്ന കുട്ടികൾ തന്നെ നാളെ വളർന്നു വരുന്ന അധ്യാപകരിലൂടെ അത് മികച്ച വിദ്യാലയത്തിനോ അല്ലെങ്കിൽ മികച്ച സമൂഹത്തിനോ വേണ്ടി മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. നമ്മുടെ സ്കൂൾ മുറിയിലോ ക്ലാസ് മുറിയിലോ ചവറ് കടന്നാൽ നമ്മൾ അതെങ്ങനെ എടുത്തു മാറ്റാനോ അല്ലെങ്കിൽ അതെങ്ങനെ വൃത്തിയാക്കാനോ ശീലിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു തെറ്റിനെ മാറ്റിക്കൊണ്ട് നന്മയെ നടത്തുന്നത്. നമ്മൾ അത് ചെയ്യാത്തിടത്തോളം കാലം, അതായത് ക്ലാസ് മുറി ഈ ക്ലാസ് മുറി ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ മോശമായേ കിടക്കൂ എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതെപ്പോഴും ആ തെറ്റായിട്ട് തന്നെ അവിടെ കിടക്കും, എനിക്കതിൽ പങ്കില്ല. പക്ഷേ ഈ തെറ്റ് ഇനി വരുന്ന ഒരാളും ആവർത്തിക്കരുത് എന്ന ബോധത്തോടു കൂടി തനിക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് പുതിയൊരു തലമുറയെ വാർത്തെടുക്കുന്ന, നമ്മുടെ മുമ്പിൽ കിട്ടുന്ന കുട്ടികളെല്ലാം ഒരു പാത്രത്തിലെ വെള്ളം പോലെ. ആ എടുക്കുന്ന പാത്രം ആരുടെ കയ്യിലെ, ഏത് അളവിലെ, ഏത് രൂപത്തിലെ, ആ പാത്രത്തിനനുസരിച്ചാണ് വെള്ളത്തിന്റെയും രൂപമാറ്റം. നിങ്ങളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്താൽ ആ ഗ്ലാസിന്റെ രൂപത്തിലായിരിക്കും വെള്ളം നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നത്. ഒരു കലത്തിന്റെ ഭാവത്തിലെടുത്താൽ ഒരു കലം പോലെയായിരുന്നു വെള്ളവും. അതായത് കുട്ടികളെ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ അവരുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുവാനുള്ള ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം സ്വാധീനമുണ്ട്. ആ സ്വാധീനം നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. അധ്യാപകർ ഓരോ കുട്ടിയെയും അവരബോധമായിട്ടെങ്കിലും ഓരോ അധ്യാപകരെയും പിന്തുടരുന്നുണ്ട്. എൻ്റെ അധ്യാപകർ ഇങ്ങനെയാണ് എന്നുള്ളൊരു ബോധം ഒരു കുട്ടി കുഞ്ഞുനാൾ മുതലേ പിന്തുടർന്ന് കൊണ്ടുപോകുമ്പോൾ അതിലെ അവനെ തെറ്റിൽ നിന്നും ശരിയിലേക്ക് നയിക്കുമ്പോഴാണ് ഒരു അധ്യാപകൻ മികച്ചതാവുന്നത്. ഞാനൊരു മികച്ച അധ്യാപികയാണെന്ന് ഒരിക്കലും പറയില്ല. കാരണം എനിക്കും തെറ്റുകളും എൻ്റെ എല്ലാ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവുകളും ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഞാൻ ഒരു കാര്യത്തിൽ മാത്രം ഇപ്പോഴും
സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒന്നാണ്. ആൺ പെൺ വേർതിരിവില്ലാതെ കുട്ടികളോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കണം. ആൺ പെൺ മാത്രമല്ല, ട്രാൻസ് വേർതിരിവുകളും അല്ലെങ്കിൽ ബൈസെക്ഷൽ വേർതിരിവുകളോ സെക്ഷുവാലിറ്റിയോ ജെൻഡറിനെയോ ഒന്നിനെയും നോക്കാതെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നവരെല്ലാവരും നമ്മളോട് സംസാരിക്കാൻ, നമ്മളോട് കേൾക്കാൻ, നമ്മളിൽ നിന്നും എന്തെങ്കിലും അറിയാൻ നിൽക്കുന്നവരാണ്. അവരെ ആ ബഹുമാനത്തോടു കൂടി. പിന്നെ അധ്യാപകർക്ക് എല്ലാ വിഷയത്തെക്കുറിച്ചും അറിവുണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. തനിക്കറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തുറന്നു പറയാനുള്ള ആർജവം അധ്യാപകനും ഉണ്ടാവണം. അത് ഒരു അധ്യാപകന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് പല വിഷയങ്ങളെ കുറിച്ചും അറിയില്ല. അത് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ട് പറയാം, അല്ലെങ്കിൽ ഞാനും അന്വേഷിക്കാം എന്ന് പറയുന്നതോടുകൂടി ആ അധ്യാപകൻ ആ ഒരു വിഷയത്തെ സ്വീകരിക്കാനുള്ള എടുക്കുന്ന നിലപാടുകളാണ്. അപ്പോൾ കുട്ടിക്കും അതിനോടൊരു താല്പര്യം തോന്നും. ഞാൻ ചോദിച്ചൊരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ അധ്യാപകനും ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലാതെ മറന്നുപോയി, നോക്കിയിട്ട് വരാം, ആവട്ടെ എന്തൊക്കെയുള്ള ഒഴുക്കൻ മട്ടുകൾ പറഞ്ഞു ഒരിക്കലും ഒരു കുട്ടിയുടെയും മനസ്സിനെ മടുപ്പിക്കരുത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ക്ലാസ് മുറികളിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളിന്റെ നിറമോ ജാതിയോ ജെൻഡറോ അല്ല നിങ്ങൾ നോക്കേണ്ടത്. കൂടെ ഇരിക്കുന്ന ആളിന്റെ പരിഗണന കൊടുത്തുകൊണ്ട് അതൊരു മനുഷ്യനാണ്, എനിക്കൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ്. സൗഹൃദപരമായ അന്തരീക്ഷങ്ങളെ ഒരു ക്യാമ്പസിനെ ഏറ്റവും മികച്ചതാക്കാൻ സാധിക്കും. ഈ പറയുമ്പോൾ ആർക്കെങ്കിലും മനസ്സിൽ തോന്നാം, സൗഹൃദങ്ങൾ വിപുലീകരിക്കപ്പെടുമ്പോൾ അത് മറ്റ് റിലേഷൻഷിപ്പിലേക്ക് പോവുകയും അതൊരു മോശം ക്യാമ്പസിന്റെ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യില്ലേ എന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പക്ഷെ നമ്മുടെ ബന്ധങ്ങളൊന്നും തന്നെ ശാരീരികമായ തലത്തിലല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ എല്ലായ്പ്പോഴും മാനസികമായ ഒരു അർത്ഥതലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ സൗഹൃദങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ബന്ധങ്ങളെയും ഒരിക്കലും ലാഭനഷ്ടങ്ങളെ കുറിച്ച് ആലോചിക്കാതെ, ഒരു ചൂഷണ വ്യവസ്ഥിതിയും മുന്നോട്ട് വയ്ക്കാതെ, എനിക്ക് അവളിൽ നിന്നോ അവനിൽ നിന്നോ എന്ത് ലഭിക്കുമെന്നുള്ള നേട്ടങ്ങളോ കോട്ടങ്ങളോ കുറിച്ച് ചിന്തിക്കാതെ, ലിംഗഭേദങ്ങളൊന്നും തന്നെ ഇല്ലാതെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്ന മികച്ച അധ്യാപകരായി നിങ്ങൾ മാറട്ടെ. താങ്ക് യു ടീച്ചർ. ഇന്നത്തെ ഞങ്ങളുടെ ഈ കൊച്ചു കൂട്ടായ്മയിൽ നമ്മുടെ ജെൻഡർ ഇക്വാലിറ്റിയും ക്ലാസ് റൂമുകളും എന്ന വിഷയത്തിൽ ടീച്ചർ വളരെ നല്ലൊരു സെക്ഷനാണ് നടത്തിയത്. ടീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഒരുപാട് കൃതികൾ മലയാള റാങ്കിൽ, കഥയുടെ കാലാന്തരങ്ങൾ, ചെറുകഥയുടെ വിമതല, ലൈംഗികത, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ ചരിത്രം, സംസ്കാരം, പ്രതിനിധാനം, ഇതിലൊക്കെ ടീച്ചറിന് ഈ കൃതിയിൽ ദ്വിതീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 2014 മികച്ച ചലച്ചിത്ര ലേഖനത്തിലുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്, 2017 മികച്ച ചലച്ചിത്ര ലേഖനത്തിലുള്ള സംസ്ഥാന അവാർഡ് ഒക്കെ കരസ്ഥമാക്കിയിട്ടുള്ളതാണ് ടീച്ചർ. അതുപോലെ തന്നെ ഇതിനു പുറമെ പല ചലച്ചിത്ര പഠനങ്ങളും, ജനകീയ സിനിമ, സുവർണ ചലച്ചിത്രങ്ങൾ, വെള്ളിത്തിരയുടെ രാഷ്ട്രീയം, ചലച്ചിത്രം, കാഴ്ചയുടെ നിർമ്മിതികൾ തുടങ്ങിയവ ടീച്ചറിന്റെ ചലച്ചിത്ര പഠനങ്ങളാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ശരിക്കും നമ്മുടെ സമൂഹത്തിലെ ട്രാൻസ്ജെൻഡറിനെ പറ്റിയിട്ടുള്ള ഒരു പുതു ധാരണകൾ, അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഇന്നത്തെ ക്ലാസ് റൂമുകളിൽ അവർ അനുഭവിക്കേണ്ടി വരുന്നത്, നീ എന്താ പെണ്ണിനെ, ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നീ എന്താ പെണ്ണിനെ പോലെ നടക്കുന്നേ എന്നൊക്കെ പറഞ്ഞുള്ള ആ ചോദ്യം മുതൽ അവർക്ക് കേൾക്കേണ്ടി വരുന്ന വലിയ വലിയ ചോദ്യങ്ങളാണ്. അപ്പം അതുപോലെ തന്നെ പരമ്പരാഗതമായ രീതിയിൽ നിന്ന് മാറി ക്ലാസ് റൂമുകൾ നടത്തണമെന്നുള്ളതും, ടീച്ചർമാർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ കാര്യങ്ങൾ ടീച്ചർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നിറം, ജാതി, ജെൻഡർ ഒന്നും നോക്കാതെ അവരെയും മനുഷ്യരായി കണ്ട് അവരിലും നമ്മളിലും ഓടുന്നത് ഒരേ ചോരയാണ്, ഒരേ രക്തമാണെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ശരിക്കും എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അവർക്ക് കൂടി ഉള്ളതാണ് ഈ ലോകം എന്നൊരു ആശയം വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. ടീച്ചറിനോട് പൊതുവെ അടുത്തതായി ടീച്ചറിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള സമയമാണ്. അതിനായി ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ടീച്ചർ, എൻ്റെ പേര് സോജി എന്നാണ്. KUCT കുന്നം കോളേജിലെ ഒരു വിദ്യാർത്ഥിയാണ്. ടീച്ചറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, പാഠപുസ്തകങ്ങൾ പൊതുവെ അധ്യാപകൻ എന്നാണ് കണ്ടുവരാറ്. സമത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ക്ലാസ് റൂമുകൾ ലിംഗസമത്വത്തെക്കുറിച്ച് പറയേണ്ട ക്ലാസ് മുറികളിലെ പാഠപുസ്തകങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ടീച്ചറിന്റെ അഭിപ്രായം ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യൂ.
ഞങ്ങളത് SCRT ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും സംസാരിച്ചിരുന്ന ഒരു സാധനമാണ്. കാരണം ടീച്ചർ എന്ന വാക്കിനെ മലയാളീകരിച്ചപ്പോൾ ഉണ്ടായ ഒരു, അതായത് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനില് ചെയ്യുന്ന ആളിനെ ടീച്ചർ എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്നു. അതിനെ പ്രതിദാനം ചെയ്യുന്ന വാക്കായിട്ട് അധ്യാപിക, അധ്യാപകൻ എന്ന വാക്ക് ഉപയോഗിച്ചു വരുന്നു. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പൊ വരുന്ന ടെക്സ്റ്റുകളിലെല്ലാം അധ്യാപകർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ബഹുവചനമാണ്. അധ്യാപിക, അധ്യാപകൻ എന്ന വാക്ക് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ബഹുവചനത്തോടുകൂടി അധ്യാപകർ എന്ന പദം ഉപയോഗിക്കാനാണ് ഇപ്പോൾ നിലനിൽക്കുന്ന രീതിയിൽ നമ്മൾ കൂടുതലും ശ്രമിക്കുന്നത്. മുമ്പ് കവി, കവയത്രി, എഴുത്തുകാരി, എഴുത്തുകാരൻ എന്ന് തുടങ്ങിയുള്ള വേർതിരിവുകൾ ഉണ്ടായിരുന്നു. അതിപ്പം എഴുത്തുകാർ എന്ന ഒരൊറ്റ പദത്തിലേക്ക്, അല്ലെങ്കിൽ വിജയരാജ മല്ലിക പറയുന്നത് പോലെ എഴുത്താൾ, എഴുതുന്ന ആൾ, എഴുത്താൾ, ആ ഒരു പദത്തിലേക്ക് എത്തപ്പെടണമെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ആൾ ഞാൻ. കാരണം നമ്മൾ എന്തിനാണ് ഒരാളുടെ ലിംഗത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് അത് ആണെഴുതിയോ പെണ്ണെഴുതിയോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുമ്പിലിരിക്കുന്ന എഴുത്തിനെയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്, അത് ആരെഴുതിയാലും. പിന്നെ എഴുതപ്പെടുന്ന വസ്തുതയുടെ അതിന്റെ സാംസ്കാരിക ചുറ്റുപാടുകളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ അത് ഫെമിനിസത്തെ കുറിച്ചോ മറ്റു പല ഘടകങ്ങളെ കുറിച്ച് പറയുമ്പോൾ എഴുതിയ ആളിനും പ്രാധാന്യമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കവി, കവയത്രി എന്നിങ്ങനെ അവരുടെ ലിംഗബോധത്തിലൂടി നമ്മൾ കൊടുക്കേണ്ട. അതുപോലെ തന്നെ ടീച്ചർ, സർ എന്ന പദങ്ങളിൽ കൂടി അടയാളപ്പെടുത്തേണ്ടതില്ല. അധ്യാപകർ എന്നൊരു വാക്ക് ഉപയോഗിക്കണമെന്ന് പറയുകയും അതിനുവേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇത് എന്റെ അഭിപ്രായമാണ്. കാരണം ഞങ്ങൾ SCRTയിൽ ഉൾപ്പെടെയുള്ളടത്ത് കുട്ടികൾക്കിടയിൽ ഇങ്ങനെയുള്ള വേർതിരിവുകൾ, അധ്യാപിക, അധ്യാപകൻ എന്നിങ്ങനെയുള്ള ഈ കൊടുക്കേണ്ട ആവശ്യകതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പുസ്തകങ്ങളിൽ അത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ ടീച്ചർ, താങ്ക് യു. ടീച്ചർ, എൻ്റെ പേര് സബീന. ഞാൻ KUCT കുന്നത്തിലെ ഒരു വിദ്യാർത്ഥി തന്നെയാണ്. എനിക്ക് ടീച്ചറിനോട് ചോദിക്കാനുള്ളത്, ക്ലാസ് മുറികളിൽ ജെൻഡർ ഇക്വാളിറ്റി എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ഇക്വാലിറ്റി എന്ന് പ്രയോഗിക്കുന്നതല്ലേ കൂടുതൽ അനുയോജ്യം? ഉറപ്പായിട്ടും ഇക്വാലിറ്റി എന്ന വാക്ക് ഉപയോഗിക്കും. പക്ഷെ സമത്വം എന്തിൽ, ഏതിൽ, എങ്ങനെ എന്നത് വീണ്ടും ചോദ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോ ആ വാക്ക് ഉപയോഗിക്കുന്നത്. കാരണം ആദ്യം ജെൻഡർ എന്ന് പറയുന്ന ഒരു ഭേദത്തെ കുറിച്ച് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ആ സമത്വം അവിടെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പുസ്തകത്തെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. സമലോകം എന്നാണ് പുസ്തകത്തിന്റെ പേര്. ജെൻഡറിനെ കുറിച്ചൊരു പുസ്തകം എന്നാണ് അതിനൊരു ഇത്. ദ വേൾഡ് ഓഫ് ഇക്വൽസ് എന്നാണ്. സൂസി താരു എഴുതിയൊരു പുസ്തകമാണ്. അത് മലയാളത്തില് പാർവതി ദേവി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. സമലോകം എന്ന് പറയുന്ന ഒരു പുസ്തകം, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ ഒരു ജെൻഡർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലിംഗസമത്വത്തെ കുറിച്ച് കൃത്യമായി അടയാളപ്പെടുത്തുന്ന രീതിയിൽ സമലോകം എന്ന് പറയുന്ന ഒരു സങ്കല്പനത്തെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. സബീനയുടെ ചോദ്യത്തിന് ഉത്തരമായോ എന്ന് അറിയില്ല, എങ്കിലും ഓക്കെ, താങ്ക് യു ടീച്ചർ. ടീച്ചർ ഹലോ ടീച്ചർ, എൻ്റെ പേര് മഞ്ജുഷ. ടീച്ചറുടെ രചനകൾ ലിംഗപരമായ വിഷയങ്ങളെയാണ് പൊതുവെ പഠന വിഷയമാക്കുന്നത്. ട്രാൻസ്ജെൻഡർ, അതുപോലെ സൂര്യയുടെ ജീവിതകഥയായ അവളിലേക്കുള്ള ദൂരം, ട്രാൻസ്പോസ് ഇത്തരത്തിലുള്ള രചനകളെ പഠനവിധേയമാക്കാൻ ഇടയായിട്ടുള്ള പ്രേരണ എന്താണെന്ന് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ കഴിയുമോ? സന്തോഷം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് കേട്ടോ. രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ചിരുന്നാൽ പ്രകൃതി വിരുദ്ധമാണെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ സെക്ഷുവാലിറ്റിയെ കുറിച്ചുള്ള പൊതുധാരണകളെ കുറിച്ച്, അതിനെ പുതുക്കി പണിയുന്നതിനെ കുറിച്ചുള്ള ആലോചനകളിൽ നിന്നും ഇംഗ്ലീഷിലൊക്കെ ധാരാളം സെക്ഷുവൽ പഠനങ്ങൾ വരികയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ MA MPhil കാലഘട്ടം നടത്തുന്നത്. ആ സമയത്ത് ലെസ്ബിയനിസം, അതായത് സ്ത്രീ സ്വവർഗ പ്രണയത്തെ കുറിച്ച് പഠനങ്ങൾ നടത്തി. ആ പഠനങ്ങളിൽ നിന്നും ജെൻഡർ മേഖലയെ, അതായത് ജെൻഡർ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു മേഖലയെ
മലയാളികൾക്ക് മലയാളത്തിലേക്ക് കുറച്ചുകൂടി സുതാര്യമാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്തരം പഠന രീതികളിലേക്ക്, ഞാനെന്ന് മാത്രമല്ല എൻ്റെ ജീവിത പങ്കാളി കൂടിയുണ്ട് കൂടെ, അനിൽ. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ടാണ് ഈ പഠനങ്ങൾ മുഴുവൻ നടത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് അപൂർവമായി വന്നിരിക്കുന്ന 1-2 പുസ്തകങ്ങളാണുള്ളത്. അതായത് സ്വർഗ ലൈംഗികത മിഥ്യയോ സത്യമോ എന്ന് പറഞ്ഞ രേഷ്മ ഭരദ്വാജിന്റെ പുസ്തകം, പരസ്പരം പ്രണയിക്കുന്ന സ്ത്രീകൾ എന്ന് പറയുന്ന KA സെബാസ്റ്റ്യന്റെ പുസ്തകം തുടങ്ങിയുള്ള കുറച്ച് പുസ്തകങ്ങൾ മാത്രമാണ് സെക്ഷുവാലിറ്റിയുമായി അല്ലെങ്കിൽ ലെസ്ബിയൻ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരുന്നത്. അതിനും അപ്പുറം കഥകളും സിനിമകളും ഒക്കെ ഈ വിഷയത്തെ അവലോകനം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത്തരം പഠനങ്ങൾക്കുള്ള സാധ്യതകൾ ഇംഗ്ലീഷിൽ ജെൻഡർ സ്റ്റഡീസ് വിപുലമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൽ അത്തരം പഠനങ്ങൾ കുറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ മേഖലയെ നമ്മുടെ അക്കാദമിക് സമൂഹത്തിന് മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്താൻ ഞങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള ഒരു പുതിയ പഠന മേഖലയ്ക്ക് ഞങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള ഒരു വാതായനം തുറന്നിടുക, അത് മാത്രമായിരുന്നു ഞങ്ങളുടെ പഠനത്തിന്റെ ഒരു ആരംഭഘട്ടം. പിന്നീട് അത് ക്യൂർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പരമ്പര ഞങ്ങളുടെ പഠന മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പം ആ മേഖലയിലെ 7 പുസ്തകങ്ങൾ കംപ്ലീറ്റ് ആയി. 15 പുസ്തകങ്ങളാണ് ഞങ്ങൾ അത് ചാർട്ട് ചെയ്തിരിക്കുന്നത്. വിമത ലൈംഗികത, ട്രാൻസ്ജെൻഡർ, ചരിത്രം, സ്വത്വബോധം, അവളിലേക്കുള്ള ദൂരം, പിന്നെ ലാസ്റ്റ് വന്നത് കാതൽ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച്, മമ്മൂട്ടിയുടെ കാതൽ ഫിലിമിന്റെ വ്യത്യസ്തമായ വായനകൾ നടത്തിയ ഒരു പഠനം. പ്രണയത്തിന്റെ രാഷ്ട്രീയ വായന എന്ന പേരിലാണ് ആ പുസ്തകം വന്നിരിക്കുന്നത്. അങ്ങനെ ധാരാളം പഠനങ്ങളുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു എഡിറ്റഡ് പുസ്തകം. ഇത് ഒരു ഒരു വായനയിലൂടെ കിട്ടിയ ഒരു പഠന മേഖലയെ മറ്റുള്ള ഒരു അക്കാദമിക് സമൂഹത്തിന് മുമ്പിൽ ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ അടയാളപ്പെടുത്തുക എന്ന് മാത്രമാണ് ഞങ്ങളെ പഠന മേഖലയിലേക്ക് എത്തപ്പെടുന്നതിന്റെ സാഹചര്യം. ഓക്കെ ടീച്ചർ, താങ്ക് യു. ഹലോ ടീച്ചർ. ലിംഗപരമായ വിവേചനത്തിന് മതങ്ങൾ വലിയൊരു പങ്കുവഹിക്കുന്നതായി കാണാം. അതുപോലെ സുപ്രീം കോടതി ഈ അടുത്ത് സ്വവർഗ വിവാഹത്തിന് ഭരണകൂടത്തിനോട് നിലപാട് ചോദിക്കുന്നത് നാം കാണുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി ഇങ്ങനെയായിരിക്കണമെന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന രീതി അപകടകരമല്ലേ? ടീച്ചറിന്റെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തൂ. തീർച്ചയായും അപകടകരമാണ്. കാരണം എന്റെ സ്വത്വബോധം അടയാളപ്പെടുത്തേണ്ടത് എനിക്ക് ചുറ്റുമുള്ള സമൂഹമല്ല, ഞാനാണ്. ഇപ്പോ ഒരു വ്യക്തി ട്രാൻസ് ആണ് എന്ന് പറഞ്ഞാൽ അയാൾ അത് ഇപ്പോ സുപ്രീം കോടതിയിൽ തന്നെ നട്സ ജഡ്ജ്മെന്റ് ഭാഗമായിട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് എന്റെ ഐഡന്റിറ്റി ഞാൻ അടയാളപ്പെടുത്തുന്നത്, അതൊരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ടോ അല്ലെങ്കിൽ സെൽഫ് ഐഡന്റിഫിക്കേഷൻ ഇപ്പൊ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ സ്വവർഗ വിവാഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടില് നമ്മുടെ മതങ്ങളും ഭരണകൂടവും അത്തരം ബന്ധങ്ങളെ ഒരിക്കലും അംഗീകരിക്കാതെ പോകുന്നതും അല്ലെങ്കിൽ അത് ആ പാരമ്പര്യ മൂല്യബോധങ്ങളിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അത്തരം മൂല്യബോധങ്ങൾ നിൽക്കുന്നവരോട് ഞാൻ പലപ്പോഴും തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, രണ്ട് സ്ത്രീകൾ തമ്മിൽ വിവാഹം ചെയ്താലോ 2 പുരുഷന്മാർ തമ്മിൽ വിവാഹം ചെയ്താലോ കുഞ്ഞുങ്ങളോ അടുത്തൊരു തലമുറയോ ഉണ്ടാകില്ല എന്നാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ബന്ധങ്ങളും നിഷിദ്ധമാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമോ? അങ്ങനെ അല്ലാതെ ജൈവികമായോ മാനസികമായോ നിൽക്കുന്ന ഘടകങ്ങളിൽ രണ്ടുപേരുടെ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ബന്ധത്തെ മറ്റൊരാൾ ചോദ്യം ചെയ്യേണ്ടതോ അല്ലെങ്കിൽ അതിൽ നിലപാടെടുക്കേണ്ടതോ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. നമ്മുടെ ഭരണകൂടം ഒരിക്കലും, ഞാൻ വിശ്വസിക്കുന്നില്ല, ഈ അടുത്ത കാലത്തൊന്നും തന്നെ സുവർഗാനുരാഗത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമെന്ന്. കാരണം കഴിഞ്ഞ ഒരു 10-20 വർഷങ്ങളായി നടത്തുന്ന സമര പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് ഈ ലോകത്ത് എഴുത്തിലൂടെ സജീവമായി നിൽക്കുകയും തന്റെ ക്യൂർ വ്യക്തിത്വം വെളിപ്പെടുത്തുകയും ചെയ്ത കിഷോർ എന്ന് പറയുന്ന കോഴിക്കോടുകാരനായ ഒരു ഗേ ഉണ്ടായിരുന്നു. ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട 2 പേർ ചുംബിക്കുമ്പോൾ എന്ന് പറയുന്ന ആത്മകഥ എഴുതിയ കിഷോർ കഴിഞ്ഞ 1 മാസത്തിന് മുൻപായിട്ട് ആത്മഹത്യ ചെയ്തു. അത് ഒരു ക്യൂർ വ്യക്തി തന്റെ സമൂഹത്തിൽ നിലനിൽക്കാൻ, അതായത് തന്റെ സ്വത്വബോധം താൻ ഒരു ഗേ ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് വെളിപ്പെടുത്തി ജീവിച്ചു വന്നപ്പോഴും തനിക്ക് ചുറ്റുമുള്ള സമൂഹം തന്നെ അയാൾക്ക് വീടിന്റെയും മറ്റും ഒക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം, സമ്മർദ്ദങ്ങൾ കാരണം ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ട്രാൻസ്ജെൻഡറായ അനന്യയുടെ മരണത്തിന് 3 വർഷങ്ങളായിരുന്നു.
അനന്യ ഒരു ട്രാൻസ് വുമൺ ആവാൻ നടത്തിയ സർജറി വിജയിക്കാതെ പോവുകയും അതിന്റെ ശാരീരികമായ മാനസികമായ സമ്മർദ്ദങ്ങളിലൂടെ ജീവിതം നഷ്ടപ്പെടുകയും ചെയ്തു പോയ ഒരാളാണ്. അങ്ങനെ സമൂഹവും നമ്മളും ഒക്കെ കൊടുക്കുന്ന പ്രഷറിന്റെ മുമ്പിലാണ് അവരുടെ ജീവിതം. മറ്റൊരാളെ സമ്മർദ്ദത്തിലാക്കാതെ ജീവിക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. ഹലോ ടീച്ചർ. ഹലോ, കേക്കാവോ? പറഞ്ഞോളൂ ലക്ഷ്മി. എൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. ഞാൻ KCT കുന്നത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. എനിക്ക് ചോദിക്കാനുള്ളതിന് ഈ ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരിക്കേണ്ട ഏതെങ്കിലും തരത്തിലുള്ള ലിംഗപരമായിട്ടുള്ള റോളുകൾ ഉണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം ചോദിക്കാനുള്ളത്. ലിംഗപരമായിട്ടുള്ള റോളുകൾ എന്നല്ല. കാരണം ഇപ്പോ ലക്ഷ്മി ക്ലാസ് മുറിയിൽ ചെന്ന് നിൽക്കുമ്പോൾ തന്റെ മുമ്പിൽ നിൽക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്തായിരിക്കും തോന്നുക? ഇവരെന്തായിരിക്കും സംസാരിക്കുക എന്നതായിരിക്കില്ലേ ആദ്യം ചിന്തിക്കുന്നത്. പിന്നെ അവരുടെ പ്രായത്തെക്കുറിച്ച് നമ്മളൊരു ഉത്കണ്ഠ ഉണ്ടാവുന്നു. ചെറിയ കുട്ടികളാണെങ്കിൽ ഇപ്പം 1 മുതൽ 4 വരെയുള്ള കുട്ടികളാണെങ്കിൽ അത്തരം ഒരു അല്ലെങ്കിൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കിടയിലുള്ള ചിന്തകൾ നോർമലി അവരുടെ സൗഹൃദത്തിന്റെ തലത്തിൽ മാത്രമേ പുറത്തു നിൽക്കുന്ന ഒരാൾ കാണുകയുള്ളൂ. അതിനുശേഷം വളർന്നു വരുന്ന ഒരു ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥി തലങ്ങളിലേക്ക് ഒരു പെണ്ണും ഒരാണും തമ്മിൽ സംസാരിക്കുന്നത് കണ്ടാൽ അവർക്കിടയിൽ വേറെന്തോ റിലേഷൻ ഉണ്ട് എന്നൊരു ചിന്താഗതി ആദ്യം കാണുന്ന ഒരാൾ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് അത് മറ്റൊരാളിൽ ആരോപിക്കും. അത് ശരിയോ തെറ്റോ എന്നതല്ല, കാഴ്ചപ്പാടനുസരിച്ച് കൊണ്ട് പറയാൻ അത്തരം ബന്ധങ്ങളെ കുറിച്ച് ഒരിക്കലും ബോധേഡാവരുത്. ആൺ പെൺ പറഞ്ഞു കൊടുക്കേണ്ടത് ക്ലാസ് മുറികളിൽ ആണായാലും പെണ്ണായാലും ട്രാൻസ് ആയാലും ചിലപ്പോൾ ഇന്റർസെക്സ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അതായത് ശാരീരികമായിട്ട് പെണ്ണിന്റെയും ആണിന്റെയും ലൈംഗിക അവയവത്തോടു കൂടി ജീവിക്കുന്ന മനുഷ്യർ നമ്മുടെ ഇടയിൽ ഉണ്ട്. ഇല്ല എന്നത് വെറുതെ പറയുന്നതാണ്. പക്ഷെ ഇന്റർസെക്സ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഈ സമൂഹത്തിൽ ഞാൻ ഇന്റർസെക്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന വ്യക്തികളുണ്ട്. ചില സമയങ്ങളിൽ പെണ്ണായിട്ടും കുറച്ചു കാലത്ത് ആൺകുട്ടിയായിട്ടും വേഷത്തിൽ നടക്കുകയും അവരാളുകളെ കളിപ്പിക്കുകയും ചെയ്യുന്നതല്ലേ എന്നൊക്കെ പരസ്പര ബോധമില്ലാതെ പലരും പറയുന്നുമുണ്ട്. അങ്ങനെ അല്ലാതെ ഇന്റർസെക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ജനതയും നമുക്കിടയിലുണ്ട്. അപ്പം അത്തരക്കാരെ ആദ്യം മനസ്സിലാക്കി എടുത്തുകൊണ്ട് ശാരീരികമായ പ്രത്യേകത നമ്മൾ ഏതൊരു കുട്ടിയെയും ആണിനെയാലും പെണ്ണിനെയാണെങ്കിലും അവന്റെ ശാരീരിക പ്രത്യേകതകൾ ആദ്യം മനസ്സിലാക്കിപ്പിക്കുക. അത് കഴിഞ്ഞ് അവർ തമ്മിൽ ഉള്ള അതായത് എല്ലായിടത്തും നമ്മൾ നേരത്തെ പറയുന്നത് സമലോകമാണ്. നിനക്ക് ചെയ്യാൻ കഴിയുന്നത് മറ്റൊരാൾക്കും ചെയ്യാൻ കഴിയും എന്നൊരു ബോധത്തിൽ വളർത്തിയെടുക്കുക. ഞാൻ എപ്പോഴും അങ്ങനെ പറയുന്നത്. കാരണം ആണ് മരം കയറിയാൽ പെണ്ണ് മരം കയറാൻ പാടില്ല എന്നൊന്നുമല്ല. ആണ് കയറുന്ന മരം പെണ്ണിനും കയറാം എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണ് ഇപ്പൊ വലിഞ്ഞ് മരത്തിൽ കയറണമെന്ന് തിരിച്ചു ചോദിക്കുകയല്ല വേണ്ടത്. പകരം അത് ആണിനെ ചെയ്യാൻ പറ്റൂ, ഇത് പെണ്ണിനെ ചെയ്യാൻ പാടുള്ളൂ എന്ന ബോധങ്ങൾ എടുത്തു കളയുക. ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ കൊണ്ടുവന്ന് ടീച്ചേഴ്സ് റൂമിൽ കൊണ്ടുവയ്ക്കുന്നതും നോട്ട്ബുക്ക് എടുക്കുന്നതും ചെയ്യുന്ന ലീഡർഷിപ്പിൽ നിൽക്കാൻ പെൺകുട്ടിയും അല്ലെങ്കിൽ കുട്ടികളോട് മിണ്ടാതിരിക്കുക, ക്ലാസ് ലീഡർഷിപ്പിൽ നിന്നുകൊണ്ട് അവരെ നിയന്ത്രിക്കേണ്ടത് ആൺകുട്ടിയുമാണെന്ന ബോധമല്ല നമുക്ക് വേണ്ടത്. നിങ്ങളെല്ലാവരും ഒരേപോലെ ആണായാലും പെണ്ണായാലും ട്രാൻസ് ആയാലും പിന്നെ പിന്നോക്കം നിൽക്കുന്നവരെ ഒരു കളിയാക്കാനില്ലാതെ നിങ്ങൾക്കുള്ള കുറവുകളും കുറ്റങ്ങളും എല്ലാം പരസ്പരം മനസ്സിലാക്കിപ്പിക്കാനുള്ള അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാനുള്ള ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കുക. പലരും പലവിധ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു വരുന്നവരായിരിക്കും. ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ലക്ഷ്മി ഉൾപ്പെടെയുള്ള ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരെല്ലാവരും തന്നെ പലവിധ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. നമുക്ക് പറയാനൊരു വേദിയോ ഇടമോ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കേൾക്കാൻ ആളുണ്ടാവുക എന്ന് പറയുന്നത് അതിലും പ്രധാനം.
നന്ദി ടീച്ചറെ, നന്ദി. ഹലോ ടീച്ചർ, എൻ്റെ പേര് ശില്പ. ഞാൻ KUCT കുന്നത്താനെ വിദ്യാർത്ഥിനിയാണ്. ടീച്ചർ, എൻ്റെ ചോദ്യം, സ്കൂൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു പ്രതീകമാണല്ലോ. അപ്പൊ ജെൻഡർ ഇക്വാളിറ്റിക്ക് കൂടുതൽ അവയർനെസ്സിന് തുടക്കം കുറിക്കേണ്ടത് സ്കൂളിൽ നിന്നുമാണല്ലോ. നമ്മളിപ്പോൾ യൂണിഫോം സംബന്ധിച്ച് പല വാർത്തകളും വായിച്ചിരുന്നു. അങ്ങനെ ഒരു മാറ്റം കൊണ്ട് കുട്ടികളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുമോ? ടീച്ചറിന്റെ അഭിപ്രായം ഒന്ന് പറയുമോ? ഞാൻ തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യമാണ്, ജെൻഡർ സമലോകം എന്ന് പറയുന്ന ഒരു പുതുലോകത്തെ ഉണ്ടാക്കുക വസ്ത്രത്തിൽ കൂടിയാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. കാരണം ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ വസ്ത്രം ധരിച്ച് നടന്നു പോയിട്ട് രണ്ടിടത്താണ് ഇരിക്കുന്നത്. ക്ലാസ് മുറികളിൽ പരസ്പര ബന്ധമില്ലാതെ രണ്ടിടത്ത് ഇരുന്നിട്ട് നീ ആണ് നീ പെണ്ണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ വസ്ത്രത്തിൽ മാത്രം ഇക്വാലിറ്റി കൊണ്ടുവരുന്നത്? അതിന്റെ ആവശ്യകതയല്ല ഞാൻ നോക്കുന്നത്. കാരണം യൂണിഫോം, ഒരു വസ്ത്രം കൊണ്ട് ഒരാളുടെ ജെൻഡറിനെ അടയാളപ്പെടുത്തരുത്. ഒരുമിച്ച് കുട്ടികളെല്ലാം ഒരേപോലെ വസ്ത്രം ധരിച്ചു വരുന്നു, പക്ഷെ അവർ ക്ലാസ് മുറിയിൽ വേർതിരിവ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ വസ്ത്രം കൊണ്ട് അല്ലെങ്കിൽ ആ ജെൻഡർ ബോധം കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നാണ് എന്റെ കാഴ്ചപ്പാട് കേട്ടോ. പകരം ചെയ്യേണ്ടത്, ഏത് വസ്ത്രം ധരിച്ചാലും നീ ആണ് പെണ്ണ് അല്ലെങ്കിൽ ട്രാൻസ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് അല്ലെങ്കിൽ വേർതിരിച്ചു കാണിക്കുന്നതുമായ ഒരു പൊതുബോധത്തെ നിങ്ങൾ എടുത്തു കളയുക. ഇപ്പോ നിങ്ങൾ കാണുന്നുണ്ടാവും ജെൻഡർ ഇക്വാലിറ്റി എന്ന്, അല്ലെങ്കിൽ സ്കൂളുകളുടെ യൂണിഫോം നിങ്ങൾ അടിച്ചു നോക്കൂ, നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഒരേപോലെ ട്രൗസർ ഡ്രസ് ഇട്ട പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പക്ഷേ അത് വേഷത്തിൽ മാത്രം ഒരുപോലെ, എന്നാൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, ഒന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ക്ലാസ് മുറികളിൽ അറ്റത്ത് AB എന്ന് പറയുന്നത് പോലെ രണ്ട് ലീനിയർ ലൈൻസ് ഇട്ടിട്ട് അവരെ രണ്ടിടത്ത് ഇരുത്തേണ്ട ആവശ്യകത എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ജെൻഡർ ബോധം കൊണ്ട് എന്ത് പ്രയോജനം? സുഭദ്ര. താങ്ക് യു ടീച്ചർ. അടുത്തതായി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുണ്ട്? ചോദിക്കാം. ഹലോ ടീച്ചർ, എൻ്റെ പേര് അനു എന്നാണ്. ടീച്ചർ, നമ്മുടെ ജെൻഡർ ഈക്വാലിറ്റി തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നല്ലേ? അപ്പോൾ നമ്മുടെ വീട്ടുകാർക്കല്ലേ ആദ്യം ഇതിനൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ് ചെയ്യാൻ സാധിക്കുന്നത്? അത് ശരിക്കും പറയാൻ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വീട്ടിൽ തന്നെ ഒരു ആൺകുഞ്ഞും പെൺകുഞ്ഞും ഉണ്ടെങ്കിൽ ആൺകുഞ്ഞിന് പ്രാധാന്യം കൊടുക്കുകയും പെൺകുഞ്ഞിന് അധികം പ്രാധാന്യം കൊടുക്കാതെയും വളർത്തുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇതില് ഞങ്ങളിപ്പോ ചെയ്തു വരുന്നത്, അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ സ്കൂളുകളിൽ തന്നെ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതായത് ആൺ പെൺ ട്രാൻസ് വേർതിരിവുകളെ കുറിച്ച് കൃത്യമായിട്ട് അവർക്കറിയണം. തന്റെ വീട്ടിലെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി അവന്റെ കൗമാര കാലഘട്ടത്തിൽ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ, സ്ത്രൈണത കാണിക്കുന്നു, ആരോടും മിണ്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ കൊണ്ടുപോയി ഡോക്ടറെയും സൈക്കോളജിസ്റ്റിനെയും കാണിക്കുന്നതിന് മുമ്പ് അവന്റെ സ്വത്വബോധം എന്താണെന്ന് ആദ്യം വീട്ടിലെ അമ്മയും അച്ഛനും അറിയുന്നതിന്റെ ഭാഗമായിട്ട് ട്രാൻസ് സ്വത്വങ്ങൾ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള അവയർനെസ് ഓരോ സ്കൂളുകളിലും പാരന്റ്സ് മീറ്റിംഗ് ഉൾപ്പെടെ നടത്തുന്നത് പോലെ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ വീടുകളിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുന്നതിന് ഇപ്പോ സാക്ഷരതാ മിഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ജെൻഡർ അവയർനെസിന്റെ ക്ലാസുകൾ പല നാടുകളിലും അല്ലെങ്കിൽ നാട്ടുകൂട്ടങ്ങളുടെ ഭാഗമായിട്ടും നടത്തി വരുന്നുണ്ട്. അതൊരു സമൂഹത്തെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോ നിങ്ങൾക്കിടയിൽ ഇപ്പോ ഈ ഇരിക്കുന്ന ഒരു 10-20ഓളം കുട്ടികൾ അല്ലെങ്കിൽ 60ഓളം കുട്ടികൾക്കിടയിൽ ഞാനൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ഉടൻ നിങ്ങളെല്ലാവരും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമെന്നൊരു വിശ്വാസത്തിലൊന്നുമല്ല ഞാൻ നിൽക്കുന്നത്. പക്ഷേ നാളെ ഒരു കുട്ടിയെ കാണുമ്പോൾ ആ ഒരു ജെൻഡർ ഇക്വാലിറ്റിയുടെ അല്ലെങ്കിൽ സമലോകത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് ഒരാളെ ചേർത്ത് പിടിക്കാൻ സാധിച്ചാൽ അത് ഞാൻ നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഒരു വിജയമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു സന്തോഷമാണ്.
അത്രയും പ്രതീക്ഷ മാത്രമേ നമുക്ക് കൊണ്ടുനടക്കാൻ പാടുള്ളൂ. ഒരു സമൂഹത്തെ നമുക്ക് ഒറ്റപ്പെട്ടെന്ന് ഒരുമിച്ച് നമുക്ക് നന്നാക്കാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന 60 പേരിലെ 10 പേര് അവരവരുടെ വീടുകളിൽ അത് സാധിപ്പിച്ചെടുത്താൽ, ആ അടുത്ത് വരുന്നൊരു തലമുറ വരുമ്പോഴത്തേക്കും അതിൽ വലിയൊരു മാറ്റമാണ്. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് മുറികളിൽ ഇത് സാധിച്ചെടുത്താൽ എത്രത്തോളം കുട്ടികളിലേക്ക് ഇത് പടർന്നു പിടിക്കുമെന്ന് ആലോചിക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് സമൂഹത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. വീട്, കുടുംബം ഒക്കെ സമൂഹത്തിന്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഘടകങ്ങളാണ്. കുടുംബത്തിൽ നിന്ന് ചുറ്റുപാടിലേക്ക്, ചുറ്റുപാടിൽ നിന്നും സമൂഹത്തിലേക്ക് എന്ന് പറയുന്നത് പോലെ നമുക്ക് ഈ ഒരു അവബോധത്തെ വളർത്തിക്കൊണ്ടുവരണം. ആ ഒരു ബോധവൽക്കരണ പരിപാടികൾ അധ്യാപകരായ നിങ്ങൾ ഏറ്റെടുക്കണം. എങ്കിൽ മാത്രമേ കൂടുതൽ വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. താങ്ക് യു ടീച്ചർ. ഇനി ആരും ചോദ്യങ്ങൾ ചോദിക്കാനില്ല എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ടീച്ചർ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ലിംഗപരമായ വിവേചനത്തിനോടൊപ്പം തന്നെ സ്ത്രീകൾ മറ്റ് വിവേചനങ്ങളും അനുഭവിക്കാറുണ്ടല്ലോ. ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ, വർണ്ണപരമായ വിവേചനങ്ങളും അതേകൂട്ട് ജാതീയപരമായ, മതപരമായ, ഇതെല്ലാം എങ്ങനെയാണ് ഫെമിനിസം എന്ന ആശയത്തിനുള്ളിലോട്ട് വരുന്നത്? ഇപ്പൊ ലിംഗപരം മാത്രമല്ല, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി എങ്ങനെയാണ് വരുന്നത് ഫെമിനിസം എന്ന ആശയത്തിൽ? ആദ്യം ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഫെമിനിസം എന്ന് പറയുന്ന ഒരു ആശയത്തിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിയല്ല. നമുക്ക് ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു ആശയത്തെ പിൻപറ്റാം. കാരണം ഫെമിനിസം എന്നൊരു ആശയത്തെ നമ്മൾ പിൻപറ്റി മുന്നോട്ട് പോകുമ്പോൾ അതിനപ്പുറത്ത് മസ്കുലിനാലിറ്റിയെ പറ്റിയും ചിന്തിക്കേണ്ടി വരും. ആണത്തം, പെണ്ണത്തം എന്നൊക്കെ പറയുന്നത് പോലെ 2 ഇസങ്ങളുടെ പിന്നാലെ നമ്മൾക്ക് പോകേണ്ടതില്ല. പകരം മനുഷ്യത്വം എന്ന് പറയുന്ന, ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു തത്വത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. അത് ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. പിന്നെ നമ്മുടെ മതങ്ങളും നമ്മുടെ സമൂഹവും സ്ത്രീക്ക് കുറച്ച് ലിമിറ്റേഷൻസ്, ആ വാക്ക് തന്നെ കറക്റ്റ് ആയിട്ട് വരും, ലിമിറ്റേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ത്രീ ദേവതയാണ്, സൗന്ദര്യമുള്ളവളായിരിക്കണം, അല്ലെങ്കിൽ അവൾ അബലയാണ്, ദുർബലയാണ് തുടങ്ങിയുള്ള പൈങ്കിളികൾ കൊണ്ട് നിറച്ചു വച്ചിരിക്കുകയാണ്. ആ നിറവില് അതെന്തോ വലിയ സംഭവമാണെന്ന് ഏറ്റുപിടിക്കുന്ന കുറെ സ്ത്രീ സമൂഹങ്ങളും ഉണ്ട്. അതായത് ചില ശാലീന സുന്ദരികളായ രൂപങ്ങളായിരിക്കണം, എതിർത്ത് പറയാൻ പാടില്ലാത്തവരായിരിക്കണം, ചില മതബോധങ്ങൾ പറയുന്നത് അതുപോലെ പിൻപറ്റേണ്ടവരാണ്. ഇതൊക്കെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് പിൻപറ്റുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അത് നമ്മുടെ വളർത്തുദോഷത്തിന്റെ ഭാഗമായിട്ടില്ല, നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ ഉള്ളിൽ വേരുറച്ചു പോയ ചില ബോധങ്ങളുടെ ഭാഗമാണ്. ജാതി, മത, വർണ്ണ, വർഗ, ലിംഗ, ലൈംഗിക ബോധങ്ങൾ തന്നെ ആവശ്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നിങ്ങൾ ഇപ്പോ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ കറുപ്പ് എന്ന് പറയുന്ന ഒരു നിറം കൊണ്ട് ഒരാളെ അടയാളപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ വെളുപ്പ് എന്ന് പറയുന്ന നിറം കൊണ്ട് ഒരാളെ അടയാളപ്പെടുത്തി വെക്കുന്നു. തിരിച്ചടുത്ത് ആൺ, പെൺ എന്ന് പറയുന്ന ഒരു ലിംഗബോധം കൊണ്ട് അടയാളപ്പെടുത്തി വെക്കുന്നു. അല്ലെങ്കിൽ സമ്പത്തുള്ളവൾ, സമ്പത്തില്ലാത്തവൾ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ഘടനയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരാളെ അടയാളപ്പെടുത്തി വെക്കുന്നു. ഇങ്ങനെയുള്ള അടയാളപ്പെടുത്തലുകളുടെ ആവശ്യകത എന്നതിനോട് യോജിക്കുന്നില്ല ഞാൻ. നമ്മുടെ എഴുത്തിന്റെ ആയാലും അല്ലെങ്കിൽ സമൂഹത്തിന്റെ ആയാലും വേർതിരിവുകൾ ഏത് ഘട്ടത്തിലും നമ്മുടെ എന്താ പറയാ, മതപരമായ ബോധങ്ങളെയൊക്കെ നമ്മളാണ് ചോദ്യം ചെയ്യേണ്ടത്. മതപരം മാത്രമല്ല, നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സ്വീകരിക്കാം, അത് മറ്റൊരാൾ ചോദ്യം ചെയ്യേണ്ടതില്ല. ഓക്കെയാണ്. കാരണം ഒരു അധ്യാപിക, ഇപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാനൊരു അധ്യാപിക വേഷത്തിൽ നിൽക്കുന്നത് മിക്കവാറും സാരികളിലായിരിക്കും. അത് അധ്യാപികയുടെ ഒരു ലുക്കിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പൊതുബോധത്തിന്റെ ഭാഗമായിട്ടോ അല്ല, കുട്ടിക്കാലം മുതലേ വളർന്നു വന്നതുമായ ഒരു ശീലത്തിൽ സാരി ഉടുത്ത് കാണുന്ന അമ്മയെ കണ്ട് ശീലിച്ചത് കാരണം ആ സാരി എന്ന് പറയുന്ന വസ്ത്രത്തോടുള്ള എനിക്കൊരു അമിതമായ ഒരു ഇഷ്ടം, അത് എൻ്റെ
അല്ലെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന ബോധത്തിലാണ്. ഇതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ ഇതേ വസ്ത്രവിധാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അധ്യാപകർ നമ്മുടെ മുമ്പിൽ വരുന്നു. അതുകൊണ്ട് ആ അധ്യാപകൻ കൊള്ളില്ല അല്ലെങ്കിൽ നല്ലതല്ല എന്ന് നമുക്ക് ഒരിക്കലും അഭിപ്രായപ്പെടാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് നമ്മുടെ പൊതുബോധങ്ങളെ നമ്മൾ തന്നെ ചോദ്യം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. സ്ത്രീ ചോദിച്ച ചോദ്യം വിവേചനങ്ങളും ഫെമിനിസവുമായിരുന്നു. അത്തരം ജാതി ലിംഗ വിവേചനങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്നത് സത്യമാണെങ്കിലും അതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ വ്യക്തിപരമായിട്ട് വലിയ താല്പര്യമില്ലാത്തതോ അല്ലെങ്കിൽ ഫെമിനിസം എന്ന് പറയുന്ന ഒരു സൈദ്ധാന്തികമായ ഒരു തലത്തിനെ കുറിച്ച് കാരണം എന്താ പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ബോധത്തില് ചില കൺസെപ്റ്റുകൾ ഉണ്ടാവും. സ്ത്രീ പുരുഷനെ എതിർക്കുന്നതാണ് ഫെമിനിസം എന്ന് പറയുന്ന ഒരു ബോധം, അല്ലെങ്കിൽ ഇത്തരം വിവേചനങ്ങളൊന്നുമില്ലാത്ത പുരുഷാധിപത്യമല്ലാത്ത ഒരു ലോകത്തെ വിഭാവനം ചെയ്യുന്നതാണ് ഫെമിനിസം എന്ന കൺസെപ്റ്റിനോട് താല്പര്യമില്ല. പകരം പുരുഷനും സ്ത്രീയും ട്രാൻസും ഒക്കെ അടങ്ങുന്ന ഒരു സമൂഹത്തിൽ വിവേചനങ്ങളൊന്നുമില്ലാതെ ഒരു സമം എന്ന് പറയുന്ന ഒരു ലോകത്തെ വളർത്തുക എന്നതാണ് നമ്മുടെ തലമുറ ഇനിയെങ്കിലും ചെയ്യേണ്ടത്. താങ്ക് യു ടീച്ചർ. ഇനി ആരും ചോദ്യങ്ങൾ ചോദിക്കാനില്ല എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വളരെ മനോഹരമായ ഈ പ്രോഗ്രാമിന് നന്ദി അറിയിക്കാനായി ഞങ്ങളുടെ സ്റ്റുഡന്റ് കോർഡിനേറ്ററായ അനുബാബുവിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി ഡോക്ടർ രശ്മി അനിൽ അവർകൾ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ രശ്മി ടീച്ചർ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ജെൻഡർ ഇക്വാലിറ്റിയും ക്ലാസ് റൂമുകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി മനോഹരമായ ഒരു സെക്ഷൻ തന്നെയാണ് നമുക്കിന്ന് ലഭിച്ചത്. നമ്മൾ പഠിപ്പിക്കുന്ന ക്ലാസ് റൂമുകളിൽ എല്ലാ കുട്ടികളെയും ഈക്വലായി കാണേണ്ടതിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്നാണ് ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ അധ്യാപന പഠനം തുടരാം. നല്ലൊരു അധ്യാപകരാകാൻ നമുക്ക് ശ്രമിക്കാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ഇന്നൊരു നല്ലൊരു ക്ലാസ് നമുക്ക് എടുത്തു തന്ന, അതായത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു നല്ല ക്ലാസ് എടുത്തു തന്ന പ്രിയപ്പെട്ട അധ്യാപികയും എഴുത്തുകാരിയുമായ ഡോക്ടർ രശ്മി അനിൽ അവർക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ കോളേജ് പ്രിൻസിപ്പളും പ്രോഗ്രാം കൺവീനറുമായ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനും നന്ദി അർപ്പിക്കുന്നു. ഇന്ന് നമുക്ക് സ്വാഗതം ആശംസിച്ച പ്രോഗ്രാം കോർഡിനേറ്ററും നമ്മുടെ അധ്യാപികയുമായ ശ്രീമതി ലേഖ ടീച്ചറിനും നന്ദി അർപ്പിക്കുന്നു. ഇനി ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും നന്ദി അർപ്പിക്കുന്നു. അവസാനമായി ഇതിൽ പങ്കെടുത്ത എല്ലാ അധ്യാപക വിദ്യാർത്ഥികൾക്കും നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഒരു കാര്യം കൂടി, ഒരു മിനിറ്റ്, നിങ്ങളോട് സംവദിക്കാൻ കിട്ടിയ ഈ സമയം എനിക്കും വളരെയധികം സന്തോഷം. ഇതിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് നിങ്ങളുടെ സുഹൃത്തു കൂടിയായ ജോബാണ്. ജോബ് ഇന്ന് ഇതിലൊന്നും മിണ്ടിയിട്ടില്ല, എങ്കിലും സാരമില്ല. ജോബിന് വളരെയധികം സന്തോഷം. കുറച്ച് നല്ല കൂട്ടുകാരുമായിട്ട് കുറച്ചു നേരം സംസാരിക്കാൻ സാധിച്ചതിൽ. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് വിയോജിപ്പുകൾ ഉണ്ടായിക്കോട്ടെ, സാരമില്ല. അത് നല്ലതായി, എപ്പോഴും നല്ല അധ്യാപകരായി നിങ്ങൾ നിലനിൽക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എന്തെങ്കിലും, അതായത് ഞാൻ പറഞ്ഞതിൽ എന്നിൽ തിരുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കാം. വളരെയധികം സന്തോഷം നിങ്ങളുമായി സംവദിക്കാൻ ഒരു സമയം കിട്ടിയത്. ടീച്ചറെ, ജോബ് ഇവിടെ ഉണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട് ടീച്ചറെ? എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി ടീച്ചറെ. സാരമില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്തായാലും സുഹൃത്തുക്കളുമായിട്ടൊരു സംവാദത്തിന് സമയം നൽകിയതിന് വളരെയധികം സന്തോഷം. ഓക്കെ ടീച്ചറെ, ഞങ്ങൾക്ക് സന്തോഷം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഇത്രയും വിജയമാക്കി തീർത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. പ്രോഗ്രാം അവസാനിച്ചു. എല്ലാവർക്കും ലെഫ്റ്റ് ആകാം.